Debate with Dr. Arun Kumar. പ്രിയപ്പെട്ടവരെ, ഈ വാർത്താ പകലിൽ അങ്ങ് തലസ്ഥാനത്ത് കണ്ടത് പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിപ്പിക്കുന്ന പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമാണ്. ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് പാർലമെന്റിന്റെ ഇരുസഭകളിലും അരങ്ങേറിയത് ചേരിതിരിഞ്ഞ വാക്പോരാണ്. ഇന്ത്യയെ ഒരുമിപ്പിക്കുന്ന, ഇന്ത്യയെ സൃഷ്ടിക്കുന്ന ഭരണഘടനയുടെ പേരിൽ പരസ്പരം ചേരിതിരിഞ്ഞുകൊണ്ടുള്ള വാക്പോര്. രാജ്യസഭയിലെ ചർച്ച ഉപസംഹരിച്ച് അമിത്ഷാ നടത്തിയ പരാമർശം വിവാദവുമായി. അംബേദ്കർ എന്ന് പറയുന്നത് ഒരു ഫാഷനായി മാറിയെന്നും പകരം ദൈവത്തിന്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ സ്വർഗത്തിലിടം കിട്ടുമായിരുന്നു എന്നുമാണ് അമിത്ഷായുടെ വിവാദ പ്രസ്താവന ഇന്നലെ രാജ്യസഭയിൽ കേട്ടത്. അംബേദ്കർ അവഹേളിച്ച അമിത്ഷാ രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്ന് പാർലമെന്റ് സ്തംഭിച്ചു. മനുസ്മൃതി പിന്തുടർന്നവർക്ക് അംബേദ്കർ പ്രശ്നമായിരിക്കുമെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചു. വിദ്വേഷ നുണപ്രചരണമെന്ന് പ്രധാനമന്ത്രി പ്രതിരോധം തീർത്തു. അംബേദ്കറെ അവഹേളിച്ചോ എന്നാണ് ചോദ്യം. अभी एक फैशन हो गया है, अम्बेडकर 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 अम्बेडकर। इतना नाम अगर भगवान का लेते तो 7 जन्मों तक स्वर्ग मिल जाता। अम्बेडकर जी को देश की पहली कैबिनेट से इस्तीफा क्यों दे दिया? अम्बेडकर जी ने कई बार कहा कि अनुसूचित जातियों और जनजातियों से हुए व्यवहार से मैं असंतुष्ट हूँ। सरकार की विदेश नीति से मैं असहमत हूँ और आर्टिकल 370 से मैं असहमत हूँ. ഇതായിരുന്നു ഇന്നലെ അമിത്ഷായുടെ ഉപസംഹാര പ്രസംഗം. ഈ പരാമർശത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും വൻ പ്രതിഷേധമാണ് ഇന്നരങ്ങേറിയത്. ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പ്രതിപക്ഷാരോപണം പ്രതിരോധിക്കാൻ നേരിട്ടിറങ്ങി പ്രധാനമന്ത്രി നുണകൾ കൊണ്ട് കോൺഗ്രസിന് രക്ഷപ്പെടാനാകില്ലെന്ന് വിമർശിച്ചു. തന്റെ വാക്കുകൾ പ്രതിപക്ഷം വളച്ചൊടിച്ചെന്നാണ് അമിത്ഷായുടെ വിശദീകരണം. അവകാശ ലംഘനത്തിനും ഇന്നിപ്പോൾ നോട്ടീസ് നൽകിയിട്ടുണ്ട് പ്രതിപക്ഷത്തു നിന്നും ഡെറിക് ഒബ്രിയാൻ. അംബേദ്കറെ അപമാനിക്കുന്നതിനും ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കുന്നതിനും അതോടൊപ്പം തന്നെ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയുണ്ടായി. പക്ഷേ സ്പീക്കർ ഞങ്ങളുടെ അടിയന്തര പ്രമേയം അംഗീകരിച്ചില്ല, അനുവദിച്ചില്ല. സഭ പെട്ടെന്ന് പിരിച്ചുവിടുകയാണ് ചെയ്തത്. ഇന്നലത്തെ അമിത്ഷായുടെ അംബേദ്കറെക്കുറിച്ചുള്ള പരാമർശം പുറത്തു വന്നതോടുകൂടി BJP എക്കാലത്തും ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കർക്ക് എതിരാണ് എന്ന് വ്യക്തമാവുകയാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് മാത്രമാണ് അംബേദ്കറോട് BJPക്ക് താല്പര്യമുണ്ടായത്, അല്ലെങ്കിൽ അംബേദ്കറെക്കുറിച്ച് അവർ പുകഴ്ത്താൻ തുടങ്ങിയത്. അതൊരു വോട്ട് ബാങ്കിന്റെ ലക്ഷണമാണ്. कांग्रेस पार्टी अंबेडकर जी विरोधी पार्टी है, कांग्रेस पार्टी आरक्षण विरोधी पार्टी है, कांग्रेस पार्टी संविधान विरोधी पार्टी है, कांग्रेस पार्टी ने सावरकर जी का भी अपमान किया, कांग्रेस पार्टी ने आपातकाल डालकर संविधान के सारे मूल्यों की धज्जियां उड़ा दी. അതിഥികളായി ഡോക്ടർ എ സമ്പത്ത്, മുൻ MP-യും CPM പ്രതിനിധിയും നമുക്കൊപ്പമുണ്ട്. വെൽക്കം സമ്പത്ത്, വെരി ഗുഡ് ഈവനിങ്. ഒപ്പം അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, BJP പ്രതിനിധിയും നമുക്കൊപ്പമുണ്ട്. വെൽക്കം ശങ്കുട്ടി ദാസ്. നമുക്ക് സമയത്തിൻ്റെ പരിമിതിയുണ്ട്, എങ്കിലും വളരെ പ്രസക്തമായ വിഷയമാണ്. ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിച്ചു. അറിയേണ്ടത് ഡോക്ടർ സമ്പത്ത്, അംബേദ്കർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫാഷനായിരിക്കുന്നു എന്താണ് അമിത്ഷാ പറഞ്ഞത്. ഇങ്ങനെ അംബേദ്കർ എന്ന് പറയുന്നതിന് പകരം ദൈവം 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 എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സ്വർഗം കിട്ടുമായിരുന്നു എന്നുള്ളത് അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രിയുടെ ഒരു നിരീക്ഷണമാണ്. അതിൽ പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിപ്പിക്കേണ്ടതും ഇതേപോലെ രാജി ആവശ്യപ്പെടേണ്ടതുമായ എന്ത് അവഹേളനമാണ് അടങ്ങിയിരിക്കുന്നത് ശ്രീ സമ്പത്ത്? ഡോക്ടർ അരുൺകുമാർ, ആ അവഹേളനം എന്നുള്ളത് ഈ പുസ്തകത്തെ സംബന്ധിച്ചുള്ള അവഹേളനമാണ്. ഇത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഒരു പകർപ്പാണ്. ഇത് പാർലമെൻറ്റ് അംഗങ്ങൾക്ക് സ്പീക്കറുടെ ഓഫീസിൽ നിന്ന് അങ്ങനെ സമ്മാനിച്ചതിൽ ഞാൻ MP ആയിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു എഡിഷനിലേതാണ്. ഇന്ന് ഭരണഘടനയെക്കുറിച്ചെല്ലാം ചർച്ച നടക്കുന്നുണ്ട്. മാധ്യമങ്ങളിൽ ചർച്ച, പൊതുയോഗങ്ങളിൽ ചർച്ച, പാർലമെൻറ്റിലും നിയമസഭയിലും എന്തിന് പഞ്ചായത്ത് കമ്മിറ്റികളിലും നമ്മളെ കുടുംബശ്രീ യൂണിറ്റുകളിലും എല്ലാം ഈ ഭരണഘടന ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് അറിയുന്നു. നല്ല കാര്യം.
ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ അംബേദ്കർ ആയിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം, അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, അത് അധസ്ഥിതരായിട്ടുള്ള വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ, അദ്ദേഹത്തോടൊപ്പം തന്നെ പ്രവർത്തിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് തന്നെ അത്തരത്തിൽ അദ്ദേഹവുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ. അതേസമയം മനസ്സിലാക്കണം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ, യൂണിയൻ മന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്കോടുകൂടി നീതിന്യായ കാര്യ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന ലോ മിനിസ്റ്ററായിരുന്ന അദ്ദേഹം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അദ്ദേഹം അറിയേണ്ട ഒരു കാര്യം, പോയ അമ്പ്, ഏത് അമ്പുണ്ടല്ലോ അത് വിട്ട ശ്വാസം, പോയ ശ്വാസം, വായു, വാവിട്ടു പോയ വാക്ക്, നാക്കിൽ നിന്നേ ഇതൊന്നും തിരിച്ചെടുക്കാൻ കഴിയുന്നതല്ല. അദ്ദേഹം അറിയണം, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അപ്പോൾ ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം. ഡോക്ടർ അംബേദ്കർ അദ്ദേഹം പിന്നീട് ഹിന്ദുമതം ഉപേക്ഷിച്ച് അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു. ബുദ്ധമതം ഒരു നാസ്തിക മതമാണ്. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഒരിടത്തും ഈശ്വരൻ എന്ന് പറയുന്നില്ല, മോക്ഷമാർഗമാണ്. അത് വാസ്തവത്തിൽ ഇത്തരത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായിട്ടുള്ള എല്ലാ ഉച്ചനീചത്വങ്ങൾക്കും എതിരായിട്ടുള്ളതാണ്. നിങ്ങൾ അംബേദ്കർ 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 എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ദൈവത്തെ വിളിച്ചിരുന്നെങ്കിൽ, ഒന്നല്ല, ഡോക്ടർ അരുൺകുമാർ പറഞ്ഞു 7 തവണ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമായിരുന്നു എന്നാണ്. ഡോക്ടർ അംബേദ്കറും അംബേദ്കറൈറ്റ്സും ഒന്നും തന്നെ ഈ സ്വർഗ നരക അത്തരത്തിലുള്ള വ്യത്യാസങ്ങളിലും വിശ്വസിച്ചിരുന്നില്ല. അത് തെറ്റാണ്, കുറ്റമാണ്. ഭരണഘടന എന്ന് പറഞ്ഞാൽ ദേശവിരുദ്ധമാണ്, അല്ലേ? അമിത്ഷായുടെ വിശ്വാസം പറയാനുള്ള വേദിയല്ല ഇന്ത്യയുടെ പാർലമെൻറ്റ്. അത് വീട്ടിൽ പോയി പറയണം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അഭിപ്രായം BJP ഓഫീസിൽ പോയി പറയണം. ഇത് ഇന്ത്യയുടെ ഫെഡറൽ ലെജിസ്ലേച്ചറാണ്. ഇവിടെ രാജ്യസഭയിൽ ദീപക് ധൻകർ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം അതിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ എന്തും നടക്കുമെന്നുള്ളതാണ്. അദ്ദേഹം അടക്കം വാസ്തവത്തിൽ ഒരു അവിശ്വാസ പ്രമേയത്തെ നേരിടേണ്ടുന്ന ഗതികേടിലേക്ക് എത്തുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു വൈസ് പ്രസിഡന്റ്, രാജ്യസഭയുടെ അധ്യക്ഷനായിരിക്കുന്നയാൾ അത്തരത്തിൽ അവിശ്വാസ പ്രമേയത്തെ നേരിടേണ്ടി വരുന്നതായിട്ടുള്ളൊരു ഗതികേടിലേക്ക് BJP എത്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയും ഇന്ത്യൻ ഭരണഘടനയുടെ വിധാതാക്കളെയും എങ്ങനെയാണ് അവർ കാണുന്നതെന്ന്. എനിക്ക് അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസിനോട് പ്രതികരണം കൂടി ചോദിച്ചു വരാം. ശങ്കുട്ടി ദാസ്, സമ്പത്ത് പറഞ്ഞു വയ്ക്കുന്നത് ഭരണഘടനയെ അവഹേളിക്കാനാണ് അമിത്ഷാ ശ്രമിച്ചത്. അംബേദ്കർ അവഹേളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് മാത്രമല്ല, ഭരണഘടനയുടെ സത്യത്തെ എതിർക്കുന്നു എന്നാണ്. അതാണ് BJPയുടെ ഒരു ഫാഷൻ. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ട് വിശ്വാസ പ്രമാണങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലല്ല. അംബേദ്കറിനെ ആ വാക്കുകളിലൂടെ ഭരണഘടനയും അവഹേളിച്ചു എന്നതാണ് പ്രതിപക്ഷം BJPക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും ഉയർത്തുന്ന ആരോപണം. അതിനെ വിദ്വേഷ നുണകൾ കൊണ്ട് നേരിടാമെന്നൊക്കെ പറയുന്നത് എത്ര ദുർബലമായ പ്രതിരോധമാണ്. മാത്രമല്ല, മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നു എൻ്റെ ദൈവമാണ് അംബേദ്കർ. അപ്പോൾ അങ്ങനെയുള്ളവരെ അത് വേദനിപ്പിക്കും. ആ വാക്കുകൾ ഉപയോഗിച്ചത് ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ലേ ശങ്കുട്ടി ദാസ്? നോക്കൂ, ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള BR അംബേദ്കറെ അവഹേളിക്കുന്നത് ഭരണഘടനയെ അവഹേളിക്കുന്നതാണ് എന്ന വാദത്തോട് ഞാൻ 100% യോജിക്കുന്നു. പക്ഷേ ആരാണ് ഇവിടെ BR അംബേദ്കറെ അവഹേളിച്ചത്? ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ഇരട്ടത്താപ്പിനെ തുറന്നു കാണിക്കുകയാണ് ശ്രീ അമിത്ഷാ ചെയ്തത്, അല്ലാണ്ട് അംബേദ്കറെ അവഹേളിക്കുകയല്ല. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ 1.5 മണിക്കൂർ നീളമുള്ള സ്പീച്ചിൽ ഒരു 30 സെക്കൻഡ് കട്ട് ചെയ്തെടുത്തിട്ട് അത് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുകയാണ്. ഞാനിവരെ വെല്ലുവിളിക്കുകയാണ്. ആ ഭാഗമെങ്കിലും അംബേദ്കറെ പറ്റി പരാമർശിക്കുന്ന 2.5 മിനിറ്റ് നീളമുള്ള 2.35 സെക്കൻഡ്സ് നീളമുള്ള ആ ഭാഗമെങ്കിലും ഇവരൊന്ന് മുഴുവൻ കാണിക്കട്ടെ. അവിടെ എന്താണ് അമിത്ഷാ പറയുന്നത്? ഇപ്പോൾ ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ് അംബേദ്കറുടെ പേര് ഉപയോഗിക്കുന്നത്. ഇവരിപ്പോൾ എത്ര വട്ടം അംബേദ്കറുടെ പേര് പറയുന്നുണ്ട്? അത്രയും വട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗം കിട്ടും. അത് ഇവർ ഉപയോഗിക്കുന്ന എണ്ണത്തെ സൂചിപ്പിക്കാനാണ് പറയുന്നത്, അംബേദ്കർ ചിന്തിക്കാൻ വേണ്ടിയിട്ടല്ല. പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പിനെയാണ്. എന്നിട്ട് അദ്ദേഹം മനുഷ്യരുടെ പ്രതീക്ഷയല്ലേ അംബേദ്കർ? അംബേദ്കറിന്റെ രാഷ്ട്രീയമാണല്ലോ ഇനിയുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിശ്ചയിക്കേണ്ടതെന്ന് പറയുന്ന നിരീക്ഷകരുണ്ടല്ലോ, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്. അപ്പോൾ അംബേദ്കർ എന്ന് പറയുന്നത് BJPക്ക് എപ്പോഴാണ് ഒരു ഫാഷനായത്? നോക്കൂ ശ്രീ അരുൺകുമാർ, ഞാനൊന്ന് മുഴുവൻ പറയട്ടെ. അംബേദ്കർ ഇപ്പോൾ ഫാഷനായി കോൺഗ്രസിന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് എന്ന് പറയാനുള്ള കാരണം ഇവർ മുൻപ് അംബേദ്കറോട് ചെയ്തത് എന്താണ്? 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമല്ലേ ഇവർക്ക് അംബേദ്കർ പ്രേമം തുടങ്ങിയത്. അമിത്ഷാ തന്നെ ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ആദ്യത്തെ നിയമമന്ത്രിയായിരുന്ന അംബേദ്കർക്ക് 1950 നെഹ്റുവുമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള എതിരഭിപ്രായങ്ങളുടെ പേരിൽ രാജിവെക്കേണ്ടി വന്നു. അന്ന് അദ്ദേഹം പാർലമെന്റിൽ സംസാരിക്കാൻ വന്നപ്പോൾ മുൻകൂട്ടി എഴുതി തരാതെ അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് സ്പീക്കർ എടുത്തു. അദ്ദേഹത്തിൻ്റെ
രാജിക്കത്തിൽ അദ്ദേഹം നെഹ്റുവിൻ്റെ വിദേശ നയത്തെ ആർട്ടിക്കിൾ 370 ബന്ധപ്പെട്ട വിഷയങ്ങളെ അതുപോലെ തന്നെ SC/ST വിഭാഗങ്ങളോടുള്ള വിവേചനപരമായിട്ടുള്ള സമീപത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കുന്നത്. അദ്ദേഹം 1951-52 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹ്യൂമിലിയേറ്റ് ചെയ്തുകൊണ്ട് പരാജയപ്പെടുത്തുക എന്നുള്ള കാര്യം കോൺഗ്രസ് ഉറപ്പുവരുത്തി. നെഹ്റു നേരിട്ടിട്ട് ബോംബെ നോർത്ത് മണ്ഡലത്തിൽ പ്രചരണത്തിന് പോയി. അംബേദ്കറുടെ PA ആയിരുന്നു, അംബേദ്കറുടെ ഒരു കാലത്ത് അംബേദ്കറുടെ അസിസ്റ്റൻ്റായി പ്രവർത്തിച്ചിരുന്ന നാരായൺജി സബോഡ കജ്റോൾക്കർ എന്ന് പറയുന്ന ഒരു ജൂനിയർ ആയിട്ടുള്ള ആളെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വെച്ചത്. നെഹ്റു നേരിട്ട് പ്രചരണം നടത്തി 15,000 വോട്ടിന് അംബേദ്കറെ പരാജയപ്പെടുത്തി. ശേഷം അംബേദ്കർ വീണ്ടും പാർലമെന്റിലേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തെ തുടർന്ന് 54-ൽ ബത്തിണ്ടയിൽ മത്സരിച്ചു. അവിടെയും നെഹ്റു നേരിട്ട് പ്രചരണത്തിൽ പങ്കെടുത്തു. അദ്ദേഹത്തെ 3-ാം സ്ഥാനത്ത് എത്തുന്നു എന്നവർ ഉറപ്പുവരുത്തി. 57 രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും അംബേദ്കർ മരിച്ചു കഴിഞ്ഞിരുന്നു. അതായത് ലോക്സഭയിലേക്ക് അംബേദ്കറെ എത്തിക്കില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രതികാര ബുദ്ധിയോടുകൂടി കോൺഗ്രസ് പ്രവർത്തിച്ചു. 1955-ൽ നെഹ്റു ഭാരതരത്ന രാഷ്ട്രീയമായ പോരാട്ടമായിരുന്നില്ലേ? പക്ഷെ ഭരണഘടനയ്ക്ക് അംബേദ്കർ നൽകിയ സംഭാവനകൾ ഭരണഘടനയുടെ 75-ാം വർഷം ചർച്ച ചെയ്യുന്ന വേളയിൽ സ്വാഭാവികമായി കോൺഗ്രസ് ഉന്നയിക്കും, CPM ഉന്നയിക്കും, തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കും, സമാജ്വാദി പാർട്ടി ഉന്നയിക്കും. അപ്പോൾ അതിനെ ഫാഷൻ എന്ന് പറഞ്ഞ് അവഹേളിക്കുന്നത് എന്തിനാണെന്നാണ് എൻ്റെ ചോദ്യം. ഫാഷൻ എന്ന് പറഞ്ഞത് മുന്നേ ഇവർ പറഞ്ഞിട്ടില്ലാത്ത കാര്യം ഇപ്പോൾ ഇവർ പറഞ്ഞു തുടങ്ങിയത് അനുകൂലമായിട്ടുള്ളൊരു കാലാവസ്ഥ വന്നപ്പോൾ ഇന്ന് അംബേദ്കറുടെ പേരിന് പ്രസക്തി ഉണ്ടെന്ന് അവർക്ക് തോന്നിയുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം മുഴുവനാകട്ടെ. അതായത് 1990-ൽ ജനതാദളിൻ്റെ സർക്കാർ, നാഷണൽ ഫ്രണ്ടിൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മാത്രമാണ് അംബേദ്കർക്ക് ഭാരതരത്ന കൊടുത്തത്. ഭാരതീയ ജനതാ പാർട്ടി കൂടി പിന്തുണയ്ക്കുന്ന സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് അംബേദ്കർക്ക് ഭാരതരത്ന കൊടുത്തത്. 40 കൊല്ലം അംബേദ്കർക്ക് ഭാരതരത്ന കൊടുക്കാൻ കോൺഗ്രസിന് തോന്നിയില്ല. ഇന്ദിരയ്ക്കും ജവഹർലാൽ നെഹ്റുവിനും കൊടുത്തു. മാത്രമല്ല അമിത്ഷാന്റെ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. 1950-ൽ 2 പ്രധാനപ്പെട്ട നേതാക്കന്മാർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. ഒന്ന് രാജാജി C രാജഗോപാലാചാരിയും ഒന്ന് BR അംബേദ്കറും. അന്ന് PC റോയ് നെഹ്റുവിന് കത്തെഴുതി. അതിൽ ചോദിച്ചു 2 പ്രധാനപ്പെട്ട മന്ത്രിമാർ മന്ത്രിസഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് സർക്കാരിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കില്ല എന്ന് ചോദിച്ചപ്പോൾ നെഹ്റു മറുപടി കൊടുത്തത് രാജാജിയുടെ ഇറങ്ങിപ്പോക്ക് ഒരു പക്ഷെ കുറച്ചൊക്കെ ബാധിച്ചേക്കാം, എന്നാൽ അംബേദ്കർ ഇറങ്ങിപ്പോകുന്നത് ഒരു നിലയ്ക്കും ഞങ്ങളെ ബാധിക്കില്ല എന്നാണ്. ഇത് അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞില്ല. രാഷ്ട്രീയമായ വിയോജിപ്പല്ലേ? സ്വാഭാവികമായും ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇതേ നെഹ്റു തന്നെ ആ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അധ്യക്ഷൻ. അവിടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി അവകാശങ്ങൾ കൊടുത്തതും ഈ അംബേദ്കറാണല്ലോ ഭരണഘടനയുടെ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നതിൽ ഏകോപനം നിർവഹിച്ചതും. അപ്പോഴൊന്നും നെഹ്റു അംബേദ്കറിനെ ആ അർത്ഥത്തിൽ എതിർത്തിട്ടില്ലല്ലോ. പിന്നീട് ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൽ വരുമ്പോൾ സ്വാഭാവികമായും എതിർപ്പുകൾ ഉണ്ടാവും. ആ എതിർപ്പുകളെ 75-ാം വർഷം ചർച്ച ചെയ്യുമ്പോൾ ഒരു ഫാഷൻ എന്ന് മാത്രവുമല്ല, അംബേദ്കർ എന്ന് പറയുന്നതിന് പകരം ദൈവമെന്ന് പറഞ്ഞെങ്കിൽ സ്വർഗം കിട്ടിയനെ എന്ന് പറയുമ്പോൾ അവിടെ അവഹേളിക്കപ്പെട്ടതാരാ? മല്ലികാർജുൻ ഖർഗെ പറയുന്നു ദൈവത്തോടൊപ്പമാണ് അംബേദ്കർ ഇരിക്കുന്നത്. അപ്പോൾ ദൈവത്തിനോളം തുല്യമായ അംബേദ്കറെ കാണുന്ന മനുഷ്യരെ സംബന്ധിച്ച് അതൊരു അവഹേളനമാണ്. ദൈവതുല്യമായിട്ട് അംബേദ്കറെ പരിഗണിച്ച ആരാണ്? അംബേദ്കറുടെ ജനനവും മരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 5 കേന്ദ്രങ്ങളെ പഞ്ചതീർത്ത് എന്ന പേരിൽ അംബേദ്കർക്ക് ന്യായമായിട്ടുള്ള സ്മാരകങ്ങൾ നിർമ്മിച്ചത് BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അംബേദ്കർക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിട്ടുള്ള ചൈത്യഭൂമി കേസിൽ ഉൾപ്പെട്ടിട്ട് ഭൂമി ഏറ്റെടുക്കാൻ പോലും കഴിയാതെ കിടന്നിരുന്നതാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ചൈത്യഭൂമിയിൽ അംബേദ്കർക്ക് സ്മാരകം ഉണ്ടാക്കിയത്. അംബേദ്കർ UK-ൽ താമസിച്ചിരുന്ന കെട്ടിടം ഏറ്റെടുത്ത് മോണ്യുമെന്റ് ആക്കിയത് നരേന്ദ്രമോദി സർക്കാരാണ്. അംബേദ്കർ മഹാരാഷ്ട്രയിൽ താമസിച്ചിരുന്ന വീട് ജനസംഘിന്റെയും നിലപാട് എന്തായിരുന്നു ശങ്കുട്ടിദാസ്? BJPയുടെ അഭിപ്രായം ഭരണഘടന ഇന്ത്യയുടെ ഹൃദയമന്ത്രമാണ്. BJP എന്നല്ല, ജനസംഘിന്റെയും RSSന്റെയും നിലപാട് എന്തായിരുന്നു? എല്ലാവർക്കും ബാധ്യതയുണ്ട്. ജനസംഘത്തിന്റെ സ്ഥാപകനായിരുന്ന ശ്യാമപ്രസാദ് മുഖർജി ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്നു. ജനസംഘം കൂടി ചേർന്നുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കിയത്. അല്ലാണ്ട് കോൺഗ്രസിന്റെ സ്വകാര്യ സമ്പാദ്യം ഒന്നും. വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന നിങ്ങൾ RSS എന്താണ് എഴുതിയത്? RSSന്റെ നിലപാട് എന്തായിരുന്നു? RSS എന്താണ് എഴുതിയത്? RSS എന്താണ് എഴുതിയത് നിങ്ങൾ പറയും. ഞാൻ പറയുന്നത് 1949 നവംബർ മാസം 29-ാം തീയതി ഓർഗനൈസറിൽ എന്താണ് എഴുതിയത്? ആരാണ് എഴുതിയത്? RSSന്റെ മുഖപത്രത്തിൽ എന്താണ് ഭരണഘടനയെ കുറിച്ച് എഴുതിയത് ശങ്കുട്ടിദാസ്? അതിൽ നിരവധി നിങ്ങൾ പറഞ്ഞോളൂ, ഞാനിവിടെ പറയുന്നുണ്ടല്ലോ. അതായത് RSSന്റെ മുഖപത്രമാണ് അല്ലെങ്കിൽ മുഖമാസികയാണ് ഓർഗനൈസറിൽ വിവിധ ആളുകൾ ലേഖനങ്ങൾ എഴുതാറുണ്ട്. അതിൽ അനുകൂലമായതും പ്രതികൂലമായതുമായിട്ടുള്ള ലേഖനങ്ങൾ വരാറുണ്ട്. ഓർഗനൈസറിൽ ഒരു ലേഖനം വന്നു പറഞ്ഞാൽ RSSന്റെ അഭിപ്രായമാണെന്നൊന്നും അർത്ഥമില്ല. RSSന്റെ ഭരണഘടനയെ പറ്റിയിട്ട് അങ്ങനെ യാതൊരു അഭിപ്രായവും ജനുവരി 24 സമ്പത്തിലേക്ക് വന്നാൽ സമ്പത്ത് ശങ്കുട്ടിദാസ് ഉന്നയിച്ച വാദങ്ങൾക്കുള്ള മറുപടി നൽകാം. ഒപ്പം എൻ്റെ ചോദ്യം ഇതാണ്, കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ
ആദ്യത്തിൽ എതിർത്ത അംബേദ്കറെ കുറിച്ച് അമിത്ഷാ ഒരു രാഷ്ട്രീയ വിമർശനമാണ് നടത്തുന്നത്. എപ്പോഴാണ് അംബേദ്കർ എന്ന പേര് ഇവരിപ്പോൾ ഉച്ചരിക്കുന്നത്? ഒരു ഫാഷനായിട്ട് ഉച്ചരിക്കുന്നു. എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ എന്ന ഒരു പ്രതീകാത്മകമായ ഒരർത്ഥമല്ലേ യഥാർത്ഥത്തിൽ ആ വാചകത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതുള്ളൂ? അതിന് ഇത്രയും അധികം ബഹളം നടത്തേണ്ടതുണ്ടോ? അമിത്ഷാ രാജിവെക്കണമെന്ന് പറയേണ്ടതുണ്ടോ? അവഹേളിക്കലായി കാണേണ്ടതുണ്ടോ? സി സമ്പത്ത്, ഡോക്ടർ അരുൺകുമാർ, ഇവിടെ ഇത് ഒരു പ്രഥമ ദൃഷ്ടിയ ഇക്കാര്യത്തിൽ ഇത് വളരെ ഈ നിഷ്കളങ്കം, നിരുപദ്രവകരം എന്നൊക്കെ വേണമെങ്കിൽ തോന്നും. അണലിപ്പാമ്പിനെ കണ്ടാൽ വളരെ നിഷ്കളങ്ക സ്വഭാവത്തിലുള്ളതും അത് നിരുപദ്രവകാരിയാണ് എന്നും തോന്നും. എന്നാൽ വൈപ്പർ ഇസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് വെനമസ് സ്നേക്സ് ഇൻ ദ വേൾഡ് എന്ന് ഡോക്ടർ അരുൺകുമാറും സമ്മതിക്കുമല്ലോ. അതിൻ്റെ കിടപ്പ് എന്ന് പറഞ്ഞാൽ അത് മഞ്ഞച്ചേരയും ഇതും തമ്മിൽ തിരിച്ചറിയാൻ പോലും കഴിയില്ല. അമിത്ഷായുടെ വായിൽ കൂടി വന്നത്, ഞാൻ ഈ വർത്തമാനത്തിൽ ആദ്യം പറഞ്ഞു, ഏത് അമ്പ് വിട്ടുപോയ വായു പറഞ്ഞുപോയ വാക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളത്. ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അണലിപ്പാമ്പിൻ്റേതായ ശ്വാസമാണ് പുറത്തു വന്നത്. ഡോക്ടർ അംബേദ്കർ മനുസ്മൃതിക്കെതിരായിരുന്നു. RSSൻ്റെ ആപ്തവാക്യം അടിസ്ഥാന ഗ്രന്ഥം എന്നത്, അങ്ങനെ ഒരു ഗ്രന്ഥം ഒന്നും എഴുതപ്പെട്ടില്ല എങ്കിലും അത് മനുസ്മൃതിയാണ്. അതിൽ അധിഷ്ഠിതമായിട്ട് തന്നെയാണ് പിന്നീട് വിചാരധാര ഉൾപ്പെടെയുള്ള ആ കൃതികളെല്ലാം രചിക്കപ്പെട്ടത്. ഡോക്ടർ അംബേദ്കർ മാപ്പെഴുതി കൊടുക്കാൻ പോയില്ല കേട്ടോ. ഒന്നല്ല രണ്ടല്ല 3 വട്ടവും ഒന്നും മാപ്പെഴുതി കൊടുക്കാൻ പോയില്ല. ബ്രിട്ടീഷുകാരോടായാലും നാടുവാഴികളോടായാലും കോൺഗ്രസിനോടായിരുന്നാലും. ഇനി ആദ്യത്തെ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ഗവൺമെൻറ്റിലാണ് എങ്കിൽ കോൺഗ്രസ്സുകാരില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. മദൻ മോഹൻ മാളവ്യ പോലും ആ ക്യാബിനറ്റിൽ അംഗമായിരുന്നതല്ലേ. അദ്ദേഹം ഇവിടെ വന്ന് കേരളത്തിൽ വന്നിട്ട് ഈ ജയ് ശ്രീറാം എന്ന് വിളിപ്പിക്കുന്നതിന് വേണ്ടി അന്നത്തെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ഒരു വാർഷിക സമ്മേളനത്തിൽ അന്ന് കാരണവന്മാർ ഞങ്ങളുടെ എല്ലാം മൂപ്പലാന്മാർ എഴുന്നേറ്റ് നിന്നിട്ട് ജയ് രാവണ എന്ന് വിളിച്ചത് പോലും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ പാർലമെൻ്ററി നടപടിക്രമങ്ങളെ മുഴുവൻ ഇവിടെ റദ്ദാക്കുന്ന നിലയ്ക്ക് ഫലത്തിൽ ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അൺകോൺസ്റ്റിറ്റ്യൂഷണലിസമാണ് ഇവിടെ നടക്കുന്നത്. ശങ്കുട്ടിദാസ് പറഞ്ഞത് ഇങ്ങനെ മുൻകാലങ്ങളിലുള്ള വിവിധ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ആർട്ടിക്കിൾ 370 സംബന്ധിച്ച് പറഞ്ഞതിനകത്ത് ഈ പറയുന്നതിനകത്ത് ഒരു കാര്യം, അത് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി ഉൾപ്പെടെ ഇദ്ദേഹം പറഞ്ഞതിനേക്കാൾ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുമ്പോൾ കുറച്ചുകൂടി കേൾക്കാനും ആളുണ്ടാവും. ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ വികാരത്തെയും അവരുടെ ആഗ്രഹങ്ങളെയും ഇന്ത്യ വഞ്ചിക്കുകയാണ് ഇതെഴുതുന്നതിലൂടെ എന്നാണ് പറഞ്ഞത്. ഇല്ല, ആർട്ടിക്കിൾ 370 എഴുതാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെ വാസ്തവത്തിൽ അവിടെ ജനങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത് ഭക്ഷണം, ഭക്ഷ്യധാന്യങ്ങൾ, അവർക്ക് തുല്യമായ പദവി, ഇവിടെ അദ്ദേഹം പറഞ്ഞുള്ളൂ റോഡുകൾ, ഗതാഗത സൗകര്യങ്ങൾ, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളെ ഉദ്ധരിച്ച് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി ഇത്തരം കാര്യം. അല്ലാതെ ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൊടിയ വിഷത്തെ ലഡുവിൽ വെച്ചിട്ട് പൊതിഞ്ഞു കൊടുക്കുന്നത് പോലെ അല്ല. ഇതായിരുന്നു അഭിപ്രായ വ്യത്യാസം അവിടെ ഉണ്ടായത്. അന്നത്തെ ഈ നെഹ്റു മന്ത്രിസഭയിൽ ഈ ഇദ്ദേഹം, ഞാനീ പറഞ്ഞ മാളവ്യ ഉൾപ്പെടെയുള്ള അങ്ങേയറ്റത്തെ മത തീവ്രവാദികൾ അടക്കമുള്ള മൗലികവാദികൾ അടക്കമുള്ളവരുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇനിയിപ്പോൾ നമുക്ക് ചരിത്രത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ അടുത്ത് മുമ്പോട്ടാണ് നമ്മൾ പോകേണ്ടത്. ഈ രാജ്യത്തെ മത അധിഷ്ഠിതമാക്കാൻ ശ്രമിക്കണം. ഒറ്റ സെക്കൻഡ്, ഞാനിപ്പോൾ അരുണെ, ഞാൻ അതോടുകൂടി ഞാൻ എൻ്റെ ഈ ഒരു വർത്തമാനം ഞാനിവിടെ ചുരുക്കാം. ശംഖു അതിനുള്ള മറുപടി പറയട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട ചങ്കാതി ശംഖു അതിന് മറുപടി പറയട്ടെ എന്ന് പറയാൻ കാരണം, ഇത് കാണാൻ കഴിയുന്നുണ്ടാവുമല്ലോ അല്ലേ അരുണെ? ഞാനിപ്പോൾ ഈ മൊബൈലിൽ കാണിക്കുന്ന ഈ ഒരു ചിത്രം, ഇത് വളരെ പ്രശസ്തമായ ഒരു ചിത്രമാണ്, വിശ്വപ്രസിദ്ധമായ ഒരു ഫോട്ടോയാണത്. എന്തുകൊണ്ടെന്നറിയാം അരുണെ? 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ സറണ്ടറിന് ഒപ്പുവയ്ക്കുകയാണ്. അത് അവിടെ ധാക്കയിൽ വെച്ചിട്ട് ഇതിൽ ഒപ്പുവയ്ക്കുന്നത് ജനറൽ AK നിയാസി ഓഫ് ദ പാകിസ്ഥാൻ ആർമിയാണ്. ഇന്ത്യൻ സൈനികരുടെ തലവന്മാരുടെ മുന്നിൽ വെച്ചിട്ട് അത്തരത്തിൽ ഒപ്പുവയ്ക്കുമ്പോൾ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ സറണ്ടർ. ഇവിടെ എന്താ ചെയ്തത്? ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിന് ഇന്ന് പഴയ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥർ, ടോപ്പ് റാങ്ക് അവർ ടോപ്പ് ബ്രാസ് ആയിരുന്നവരെല്ലാം കത്തെഴുതുകയാണ്. ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി കാര്യാലയത്തിൽ നിന്ന് ഈ പടം അപ്രത്യക്ഷമാവുകയും മതപരമായ പരിവേഷം അവിടെ കൊണ്ട് കയറ്റുകയും ചെയ്യുകയാണ് എല്ലായിടത്തേക്കും. ജസ്റ്റ് ലൈക്ക് സിംപ്ലി വാനിഷിംഗ് ഇൻ ടു തിൻ എയർ എന്ന് പറയുന്നത് പോലെ ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങൾ മുഴുവൻ മട്ടിമറിക്കപ്പെട്ടിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്നുള്ള നിലയിലാണ്. വളരെ ബോധപൂർവമായി സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ റിസൾട്ട് ഓഫ് ദ മെറ്റിക്കുലസ് പ്ലാനിംഗ് ആണത് ഇവിടെ നടത്തുന്നത്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അൺകോൺസ്റ്റിറ്റ്യൂഷണലിസം നടത്തുന്നു BJP എന്നാണ് CPM-ന്റെയും പ്രതിപക്ഷത്തിന്റെയും വാദം. അതിന് അംബേദ്കറിനെ അവഹേളിക്കാൻ പോലും നിങ്ങൾ മടിക്കില്ല എന്നാണ് CPM പ്രതിനിധിയുടെ വാദം. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്.
അംബേദ്കറെ BJP അവഹേളിച്ചിട്ടില്ല, ഒരിക്കലും അവഹേളിക്കുകയില്ല. അംബേദ്കർ ഏറ്റവും കൂടുതൽ സമ്മാനിച്ചിട്ടില്ല. BJPയുടെ ഭരണത്തിൽ വന്നതിന് ശേഷമാണ് ഒരുപക്ഷെ പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ അംബേദ്കറുടെ ചിത്രം വന്നത്. BJP കൂടി പിന്തുണച്ചിട്ടുള്ള ജനതാദൾ വന്നതിന് ശേഷമാണ്. അദ്ദേഹത്തിന് ഭാരതരത്ന കൊടുത്തത് BJP പിന്തുണച്ചിട്ടുള്ള ജനതാദൾ വന്നതിന് ശേഷമാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ന്യായമായിട്ടുള്ള 5 സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അംബേദ്കറുടെ പേരിലുള്ള കോയിൻ ഇഷ്യൂ ചെയ്തത് BJP വന്നതിന് ശേഷമാണ്. ഇവരൊന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല ഈ കമ്മ്യൂണിസ്റ്റുകാർ, ഇപ്പോൾ സമ്പത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വക്താവായിട്ടാണല്ലോ പങ്കെടുക്കുന്നത്, കമ്മ്യൂണിസ്റ്റുകാർ അംബേദ്കറോട് ചെയ്ത എന്താണ് അതുകൂടി ഞാനൊന്ന് പറയട്ടെ. അംബേദ്കർ 1949 നവംബർ 25 നമ്മുടെ ഭരണഘടന അഡോപ്റ്റ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം സംവിധാൻ സദൻ്റെ സെൻട്രൽ ഹാളിൽ നടത്തിയിട്ടുള്ള പ്രസംഗമുണ്ട്. അദ്ദേഹം എന്താ പറയുന്നത്, നമ്മുടെ ഈ ഭരണഘടനയെ ആകെ എതിർക്കുന്നത് 2 കൂട്ടർ മാത്രമാണ്, കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റും. അവരെന്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയെ എതിർക്കുന്നത്? അതൊരു മോശം ഭരണഘടന ആയതുകൊണ്ടാണോ? അല്ല, അത് പാർലമെന്ററി ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണഘടന ആയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ പാർട്ടി ഭരണത്തിലൂടെ തൊഴിലാളി വർഗ സർവാധിപത്യം സ്ഥാപിച്ച് സായുധ വിപ്ലവം നടത്താനുള്ള അവരുടെ ആഗ്രഹത്തിന് ഈ ഭരണഘടന ഒരു തടസ്സമാവുന്നത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ഈ ഭരണഘടന എതിർക്കുന്നത് എന്ന്. ഏറ്റവും അവസാനത്തെ അംബേദ്കറുടെ പുസ്തകം പോലും എന്താണ്, കമ്മ്യൂണിസം ആൻഡ് ബുദ്ധ എന്ന് പറയുന്ന ബുദ്ധമതവും കമ്മ്യൂണിസം പ്രത്യയശാസ്ത്രവും തമ്മിലുള്ള തർക്കങ്ങളെ സംബന്ധിച്ച് എഴുതുന്ന അത് വളരെ അക്കാദമികമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമല്ലേ അഡ്വക്കേറ്റ് ശങ്കുടിദാസ്? പക്ഷേ അതേ അംബേദ്കറിന്റെ ആശയങ്ങളെ BJP നേരിട്ടത് എങ്ങനെയാ? അക്കാലത്തെ സവർണ ഹിന്ദു ഫാസിസ്റ്റ് ഐഡിയോളജി നേരിട്ടത് എങ്ങനെയാ? ഇതേ അംബേദ്കറിന്റെ മഹർവംശത്തിൽപ്പെട്ടവരെ അന്ന് വഴി നടത്താതിരുന്നതാരാ? അവരുമായി ബന്ധപ്പെട്ട സാമൂഹികമായിട്ടുള്ള നവോത്ഥാനത്തിന് വേണ്ടി ആ പാതയിലൂടെ പോയി പോരാടിയതാരാ? BJPയുടെ എന്തെങ്കിലും ഒരു പങ്ക് ആ സാമൂഹിക നവോത്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഒരു വഴിയിൽ അംബേദ്കറിന്റെ സമൂഹത്തെ പുനരുദ്ധരീകരിക്കാൻ നടത്തിയിട്ടുണ്ടോ ശങ്കുട്ടിദാസ്? ഏതെങ്കിലും ഒരാളുടെ പേര് സാമൂഹിക നവോത്ഥാനത്തിൽ ഈ ബ്രാഹ്മണിക്കലായിട്ടുള്ള ആശയധാരയെ എതിർത്തുകൊണ്ട്? ചോദ്യത്തിനൊരു അവസാനം വേണ്ടേ? നിങ്ങൾ എന്തായി ചോദിക്കുന്നത്? 1980 ഉണ്ടായിട്ടുള്ള പാർട്ടി 1957 മരിച്ചുപോയിട്ടുള്ള അംബേദ്കർ സാമൂഹ്യ ഔഷധിക്കെതിരെ പോരാടാൻ പറ്റുമോ? BJP എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാവുന്നത് 1980-ലാണ്. അല്ല, അതുകൊണ്ട് BJP രക്ഷപ്പെട്ടു. 1980 മുമ്പിൽ BJPയുടെ പൂർവ്വകാലം ഇല്ലല്ലോ ജനസംഘ്. ചോദ്യത്തിനൊരു സമന്വയം, അതായത് ഹിന്ദു ധർമ്മത്തിൽ ജാതീയമായിട്ടുള്ള വിവേചനങ്ങൾ പല കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് അത് ഹിന്ദു അതിനെ ജനസംഘ് എതിർത്തു പോന്നിട്ടുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. ജനസംഘ് ഏത് നിലപാടാണ് സ്വീകരിച്ചത്? ഇന്ത്യയിലുള്ള ജാതീയമായിട്ടുള്ള വിവേചനത്തെ ഏറ്റവും ശക്തമായിട്ട് ഹിന്ദു ധർമ്മത്തിനുള്ളിൽ നിന്നുകൊണ്ട് എതിർക്കുകയും പ്രതിരോധിക്കുകയും തീർത്തുകയും ചെയ്യുന്ന സംവിധാനത്തിന് RSS എന്നാണ്. ഇന്ത്യയിലെ സാമൂഹിക നവോത്ഥാനത്തിൽ പങ്കെടുത്ത ഒരു ജനസംഘിലെ നേതാവിന്റെ പേര് പറയൂ. RSSന്റെ ഇന്ത്യയിലെ സാമൂഹിക നവോത്ഥാനത്തിൽ പേരിട്ടുള്ള ജനസംഘത്തിന്റെ എത്രയോ നേതാക്കന്മാരെ, ശ്യാമപ്രസാദ് മുഖർജി ഏത് സാമൂഹിക നവോത്ഥാനത്തിന്റെ ഭാഗമായിരുന്നു? 2 പേര് ഞാൻ പറഞ്ഞില്ലേ? സാമൂഹ്യ നവോത്ഥാനം എന്ന് അങ്ങ് ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക പ്രക്ഷോഭമോ ഏതെങ്കിലും ഒരു മൂവ്മെൻ്റ് ആണോ? ഈ പറയുന്ന VD സവർക്കർ ഉൾപ്പെടെയുള്ള ആളുകളാണ് എന്താണ് പതിത പാവൻ മന്ദിർ ഉണ്ടാക്കുന്നത്. അൺടച്ചബിൾസ് ആയിട്ട് കണക്കാക്കിയിരുന്ന ആളുകൾക്ക് കയറി ദർശനം നടത്താൻ കഴിയുന്ന ക്ഷേത്രം ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത് VD സവർക്കറുടെ നേതൃത്വത്തിലാണ്. ഹിന്ദു മഹാസഭ ഒരു കാലഘട്ടത്തിൽ നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ, ആര്യ സമാജ് നടത്തിയിരുന്ന സാമൂഹിക നവോത്ഥാനത്തിന്റെ വഴിത്താര തുറന്നു കൊടുത്തതല്ല ശങ്കുട്ടിദാസ്. അതൊക്കെ ബ്രാഹ്മണിക്കൽ റിവൈവലിസത്തിന്റെ ഹിന്ദുത്വയുടെ റിവൈവലിസത്തിന്റെ ആശയധാരകളായിരുന്നു. നമ്മൾ തൽക്കാലം ചർച്ച നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, സമയപരിമിതി കൊണ്ട്. അല്ലല്ല, ഏകപക്ഷീയമായിട്ടല്ല. എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആയിരുന്നു. അംബേദ്കറിന്റെ ആശയങ്ങളെ ജനസംഘം എന്നും എതിർത്തു പോന്നിട്ടേ ഉള്ളൂ. നിങ്ങളുടെ ആശയധാര മനുസ്മൃതിയുടേതായിരുന്നു, അല്ലെന്ന് നിഷേധിക്കാൻ കഴിയോ? ജനസംഘം ഞങ്ങളത് നിഷേധിക്കുകയാണ്. മനുസ്മൃതിയുടെ ആശയധാരയല്ല ഭാരതീയ ജനതാ പാർട്ടി പിന്തുടരുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യൻ ഭരണഘടനയോടുള്ള നിർവ്യാജമായിട്ടുള്ള കൂറും പ്രതിബദ്ധതയും ചർച്ചയിൽ ചേർന്നതിന്. അംബേദ്കറെ അവഹേളിച്ചു എന്നതായിരുന്നു ചോദ്യം. ചർച്ചകൾ തുടരും. അക്കാദമികമായ ചർച്ചകളും അംബേദ്കറിനെ കുറിച്ചുള്ള സംവാദങ്ങളും തുടരുക തന്നെ വേണം. Debate with Dr. Arun Kumar.